നമസ്കാരം. വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. വെട്ടം കനോലിക്കനാലിൽ വീണ കുട്ടികളെ ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തി പ്രദേശവാസിയായ 15-കാരൻ. ആശാരിപ്പറമ്പിൽ കനശ്യാമിനെ തേടി അഭിനന്ദന പ്രവാഹം. ഡിസംബർ 29 ഞായറാഴ്ച ഉച്ചയോടെ വാക്കാട് തീണ്ടാപ്പടി പാലത്തിന് ചുവട്ടിലെ കനോലിക്കനാലിൽ കാൽത്തല്ലി വീണ കുട്ടികളെയാണ് കനശ്യാം പുഴയിലേക്ക് ചാടി രക്ഷപ്പെടുത്തിയത്. തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും 2% മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ. വാക്കാട് തീണ്ടാപ്പടി പാലത്തിന് സമീപത്തെ കനോലിക്കനാലിന് സമീപത്തെ പാടത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റിഷൻ കൃഷ്ണയും കൂട്ടുകാരും. കനോലിക്കനാലിന് ചേർന്ന് നിർമ്മിച്ച ഭിത്തിയിൽ കാൽ തെന്നി റിഷൻ കൃഷ്ണ പുഴയിലേക്ക് വീഴുകയായിരുന്നു. സംഭവം കണ്ട സഹോദരൻ റിതിൻ കൃഷ്ണയും റിഷൻ കൃഷ്ണയെ രക്ഷപ്പെടുത്താനായി പുഴയിലേക്ക് ചാടി. ഞാൻ അവിടെ നിൽക്കായിരുന്നു, കാല് കെട്ടിയിട്ട് അങ്ങോട്ട് വീണപ്പോ രക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇപ്പം വന്ന് ഇപ്പൊ ഇവന് മുങ്ങി. എന്നിട്ട് ഇവന്റെ തല മുക്കി. എന്നിട്ട് ഇപ്പൊ വെള്ളം കുടിച്ച്. എന്നിട്ട് ഈ ചാമട്ടായിട്ട് വന്ന് രക്ഷിച്ച്. ഞാൻ ഇവിടെ നിൽക്കുമ്പോ കാലിവിടെ തണുപ്പത്തായിരുന്നു. അപ്പൊ അങ്ങോട്ട് കാല് തെറ്റാണ്ട് വീണു. കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് പ്രദേശവാസിയായ കനശ്യാമൻ പുഴയിലേക്ക് ഓടിയെത്തിയത്. ഞൊടിയിടയിൽ പുഴയിലേക്ക് ചാടി റിഷൻ കൃഷ്ണയെ രക്ഷപ്പെടുത്തി. രണ്ടാമതും പുഴയിലേക്ക് ചാടിയപ്പോഴാണ് മുങ്ങിത്താഴ്ന്ന റിതിൻ കൃഷ്ണയെ രക്ഷപ്പെടുത്താനായത്. അന്ന് ഞാൻ കുളിച്ചവിടെ നിൽക്കിയിരുന്നു. അപ്പോഴാണ് പിള്ളേർ ഇവിടുന്ന് എൻ്റെ അഞ്ചന്മാര് വിളിച്ചപ്പോ ഓരോ കിടന്ന് മുങ്ങണ. അപ്പൊ ഞാൻ ഒന്ന് ചാടി പിടിച്ചാണ് പിള്ളേരെ. അത് അടിയിൽ നിന്ന് ഞാൻ മൂത്താളെ കണ്ടില്ല, ഞാൻ ഇളവനെ മാത്രം കണ്ടിട്ടുള്ളൂ. അപ്പോ മുകളിലുള്ള ആളെ ഞാൻ പിടിച്ച് കരക്കിട്ട് അപ്പൊ അടിയിൽ നിന്ന് പിന്നെ മൂത്തവും പിടിച്ച് വലിച്ചെന്നെ. അപ്പോഴാണ് അടിയിലെ ആളുള്ള മനസ്സിലായി. അപ്പൊ അടിയിൽ നിന്ന് ഞാൻ പൊന്തിച്ച് അങ്ങനെ രക്ഷപ്പെട്ടു. കുട്ടികളുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടെത്തിയ പ്രദേശവാസിയായ വീട്ടമ്മ പുഷ്പയും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഇവനോട് പറഞ്ഞ് ചാമു ആ കുട്ടീനെ അങ്ങോട്ട് കയറ്റി പറഞ്ഞ് രണ്ടാളും കൂടി കയറ്റി ഇവിടെ കിടത്തി. ഞങ്ങള് കുറെ അപ്പൊ കുട്ടിക്ക് ശ്വാസം കിട്ടുന്നില്ല, മൂക്കുകൂടിയൊക്കെ ഇങ്ങനെ വെള്ളം വരുന്ന്. കുറെ ഞങ്ങള് മലർത്തി കിടത്തി, നെഞ്ചത്തൊക്കെ ഇങ്ങനെ തടവി. അപ്പോഴേക്കും ഇവിടെ ഓടിപ്പോയി വെള്ളം എടുത്ത് തോർത്തെടുത്ത്. പിന്നെ കുട്ടി തള്ളരിയാണ് കിടന്നിട്ട്, നല്ല ചൂടും ഉണ്ട് മേലൊക്കെ. അങ്ങനെ വീട്ടിലേക്ക് ഞങ്ങൾ എടുത്തോണ്ടുപോയി. അവിടെ പോയി കുറച്ച് വെള്ളമൊക്കെ മേലക്കൂടി ഒഴിച്ച് കുട്ടീനെ ഫ്രഷാക്കി. അപ്പോഴേക്കും ഒരു ബൈക്കാരങ്ങോട്ട് വന്ന് അയ്യോ ഇവരെങ്ങനെ വീട്ടിൽ അറിയിക്കാറിഞ്ഞപ്പോ അവൻ പറഞ്ഞ് പിന്നെ എൻ്റെ അടുത്തുണ്ട് നമ്പർ, എന്നാ ഈ വേഗം വിളിക്ക് അമ്മനെന്ന് പറഞ്ഞപ്പോ അവൻ്റെ അടുത്തുനിന്ന് ഫോൺ വാങ്ങി ഞാൻ തന്നെ വിളിച്ച്. മാങ്ങോട്ടിൽ കൃഷ്ണകുമാർ സുമീന ദമ്പതികളുടെ മക്കളാണ് 10ഉം 11ഉം വയസ്സുള്ള റിഷൻ കൃഷ്ണയും റിതൻ കൃഷ്ണനും. ഇവരെ രക്ഷപ്പെടുത്തിയ ഘനശ്യാമിനെ ആദരിക്കാനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, വെട്ടം.